ഉമ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ സദാത്തുക്കളെ, പരവാരം പോലെ പരന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ആഴമേറിയ അറിവിൽ നിന്ന് ദാഹം മാറുന്നത് വരെ പാനം നടത്തിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറകൾ അടക്കമുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളുടെ അഭിമന്യരായ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടലും പിരിയലുമെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു കർമ്മമാക്കി സ്വീകരിക്കട്ടെ. നമ്മളെയൊക്കെ ഈ നേരിൻ്റെ വഴിയിലേക്ക് നയിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന ഈ സന്ദേശയാത്രയിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുടെയും ഈ അച്ചടക്കത്തോടെയുള്ള ഈ കൂട്ടായ്മ കാണുമ്പോൾ തന്നെ ഇവിടെ മാത്രമല്ല, നമ്മുടെ ആദരണീയനായ നായകൻ സയ്യിദുൽ ഉലമ ഈ മഹത്തായ സന്ദേശയാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് ഈ കാസർഗോഡ് വരെ എത്തി നിൽക്കുന്നതിൽ ഓരോ സ്ഥലത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങളും സ്വീകാര്യതയും കാണുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ എന്ന് മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെന്നു എന്ന് ആഴത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ യാത്രയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനം ഈ 100 വർഷക്കാലം പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്ന് നമുക്ക് മുമ്പിൽ അതിൻ്റെ 100ാം വാർഷിക സന്ദേശവുമായി വരുമ്പോൾ ഈ 100 വർഷക്കാലത്തിനിടയിൽ നമ്മൾ ഓർത്തുപോവേണ്ടത് അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായമായിട്ട് പോലും മുടി നരക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകന്റെ മുടികൾ നര വരാൻ തുടങ്ങി. 10ഓ 18ഓ മുടിയാണ് ചില സ്വീകാര്യമായ അഭിപ്രായ പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് നരച്ചു പോയത്. ആ നരയുടെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഒരു മുടി പോലും നരക്കാതെ പ്രസന്നവദനായി ഞങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന അങ്ങയുടെ ഈ മുടിക്ക് ചില നരകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു, എന്താണ് പ്രവാചകനെ കാരണമെന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചത് ശയ്യബത്തനി ഹൂദ് സൂറത്താണ് എന്നെ നരപ്പിച്ചത്. ആ പവിത്രമായ ഖുർആൻ സൂക്തത്തിൽ പറയുന്നു, ഫസ്തഖിം കമാ ഉമിർത, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോട് കൽക്കപ്പിക്കപ്പെട്ട യഥാർത്ഥ ഇസ്തിഖാമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക. നാം 5 നേരവും പ്രാർത്ഥിക്കുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന്. ആ യഥാർത്ഥ ഇസ്തിഖാമത്തിന്റെ മാർഗമാണ് കഴിഞ്ഞ 100 വർഷക്കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ നാട്ടിലെന്നല്ല കേരളത്തിലെന്നല്ല ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം ഉമ്മത്തിന് ആ ഇസ്തിഖാമത്തിന്റെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നയിച്ച് വലിയ ഒരു തലമുറയെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് ഒരു പോറലും ഏൽക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടാൻ യഥാർത്ഥ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലൂടെ നല്ല ഒരു തലമുറയുടെ വാർത്തെടുത്തു എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടത്. തീർന്നില്ല, ഈ 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം ഒരു ജനക്കൂട്ടം എന്നതിനപ്പുറത്ത് ഈ 100 വർഷക്കാലം യഥാർത്ഥ ഇസ്തിഖാമത്തിന്റെ പവിത്രമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലൂടെ ഈ ഉമ്മത്തിന്റെ നേരായ മാർഗത്തിലൂടെ നയിച്ചു വന്ന് സമകാലിക സാഹചര്യത്തിൽ വരും കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ ഇനിയും ഇതുപോലെ തെറ്റാതെ ചാഞ്ചല്യമില്ലാതെ ചാഞ്ചാട്ടമില്ലാതെ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടുന്നതിന് ആവശ്യമായ പുതിയ മാർഗരേഖകൾ കൂടി പുതിയ പ്രവർത്തന മേഖലകൾ കൂടി വഴി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടെ ആയിട്ടാണ് ഈ 100ാം വാർഷികത്തെ നാം കാണുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിനപ്പുറം പലരും സൂചിപ്പിക്കപ്പെട്ട പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തെവിടെയും ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്ന പ്രവർത്തകന്മാർ, ഇതിന്റെ അനുഭാവികളായ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളൊക്കെ ഈ രാജ്യത്തുള്ള സർവ്വ മതസ്ഥരെയും സ്നേഹത്തോടെ കാണുന്ന ഒരു യഥാർത്ഥമായ വിശ്വാസി, അള്ളാഹുവിന്റെ പ്രവാചകൻ
ഇതര സമൂഹത്തോടും സമുദായത്തോടും പ്രസ്ഥാനത്തോടും കാണിക്കേണ്ട ആ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊണ്ട ഒരു തലമുറയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ 100 വർഷക്കാലത്തിനിടയിൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകന്റെ പേരിലും ഒരു നേതാവിന്റെ പേരിലും ഒരു പെറ്റിക്കേസ് പോലും ഉണ്ടാവാത്ത രൂപത്തിൽ എല്ലാ മതവിശ്വാസികളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും നേരിന്റെ വഴിയിലൂടെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹിതമായ ആ സന്ദേശം, പ്രവാചകരെ പഠിപ്പിച്ച സന്ദേശവും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഈ നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യവും അതാണല്ലോ. കേരളം ചെറുതല്ല ഭിന്ന മതങ്ങൾക്കു താവള കലാപര സംസ്കാര സേവാദളം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ വിരാജിക്കും എത്രയോ ശതാബ്ദമായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും എല്ലാവരും പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ കേരളക്കരയിൽ നമ്മുടെ കൊച്ചു മതപാഠശാലയിൽ നമ്മുടെ പൊന്നുമക്കൾ പഠിച്ചു വരുമ്പോൾ തന്നെ അയൽപക്കക്കാരൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും അവരെയൊക്കെ സ്നേഹത്തോടെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ആ മഹിതമായ മാർഗത്തിലൂടെ പഠിച്ചു വന്ന നല്ല ഒരു തലമുറയെ വാർത്തെടുത്ത് ഈ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വഹിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ബഹുമാന്യനായ സയ്യിദുൽ ഉലമയുടെ യാത്ര അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കാസർഗോഡ് എത്തി നിൽക്കുന്നത് വരെ നാനാജാതി മതവിശ്വാസികളും എന്തൊരാദരവോടെയാണ്, എന്തൊരു ബഹുമാനത്തോടെയാണ് സയ്യിദുൽ ഉലമയുടെ യാത്രയെ, സമസ്തയുടെ സന്ദേശത്തെ വരവേൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 100ാം വാർഷികത്തിൽ പങ്കെടുത്ത പോലെ ഇനിയും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികളും പ്രവർത്തകരുമായി മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ 10,000-കണക്കിന് ആളുകൾ ഓരോ സ്വീകരണങ്ങളിലും വഴിയോരങ്ങളിലും സ്വീകരിക്കപ്പെടുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ ഈ മഹിതമായ സന്ദേശയാത്രയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാകാൻ കഴിയാതെ ഇതൊക്കെ ലൈവിൽ കണ്ടുകൊണ്ട് ഇതിന്റെയൊക്കെ പുരോഗതിക്ക് വേണ്ടി ഇതിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാട്ടിലുള്ള നമ്മളെക്കാൾ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ വിദേശ രാജ്യങ്ങളിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരൊക്കെ ഈ മഹിതമായ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന സ്നേഹത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട നായകന് ഈ ഉമ്മത്തിനെ യഥാർത്ഥ വിശ്വാസത്തിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും തൗഫീഖും നൽകുമാറാവട്ടെ. ഈ കൂടൽ അല്ലാഹു പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയായ, കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ യഹിയ തളങ്കര